റൂബൻ അമോറിമിനെ പറഞ്ഞയച്ചതിന് ശേഷമുള്ള ആദ്യ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബേൺലിയോട് 2-2 സമനിലയിൽ പിരിഞ്ഞു. ഞാൻ പ്രതീക്ഷയായിരുന്നു ചിലപ്പോൾ ജയിക്കുന്ന. ഫ്ലെക്സറിൻ്റെ കീഴിലുള്ള ആദ്യ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു, തോറ്റില്ല. ആദ്യം ഗോളടിച്ചത് ബേൺലിയാണ്. പിന്നെ എന്നാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സമനില തന്നെ. കഴിഞ്ഞ കളിയിലും ആരായിട്ട് സമനില പിടിച്ച ലീഡ്സിനോട് സമനില പിടിച്ചു, ലീഡ്സിൻ്റെ അവിടെ പോയിട്ട്. ഇതിപ്പോൾ ബേൺലിയിൽ പോയിട്ട് ബേൺലിയോട് സമനില പിടിച്ചു. ഒരു മാറ്റമൊന്നുമില്ല. ആദ്യം ഗോളടിച്ചത് ലീഡ്സാണ്. സെസ്കോ ഗോളടിക്കുന്നു, പിന്നെ വീണ്ടും സെസ്കോ ഗോളടിക്കുന്നു, പിന്നെ ആൻ്റണി അവരുടെ ബേൺലിക്ക് വേണ്ടി ആൻ്റണി ഗോളടിക്കുന്നു. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 2-2 സമനില തന്നെ, 1 പോയിന്റ് കിട്ടി, തോറ്റില്ല എന്ന് മാത്രം. ചെൽസിയൊക്കെ അവിടെ തോറ്റപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനിലയായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത്, ഷെസ്കോ ഗോളടിച്ചു ഉണ്ട്. കാരണം ഷെസ്കോനൊക്കെ ഞാനടക്കം ഷെസ്കോനെ വിമർശിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കാരണം മോശമില്ലാത്ത സൈനിങ് ആയിരുന്നു ഷെസ്കോ എന്ന് വിചാരിച്ച് വന്നപ്പോൾ ഗോളടിക്കുന്നില്ല. ഗോളടിക്കാൻ വരുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് പോലെ തോന്നുന്നു, പവറില്ല, ബോൾ കൺട്രോൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ചെക്കൻ 2 ഗോളടിച്ചത്. ഒരാശ്വാസമുണ്ട്, ഇനി ചെക്കൻ ഫോം ആയിക്കോളും. ഇനി എന്തായാലും ഷെസ്കോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. ഇന്നലത്തെ കളിയിൽ എന്തായാലും ബ്രൂണോ ഇറങ്ങിയിട്ടാണ്. ബ്രൂണോനെ ഒരു 60-ാം മിനിറ്റിൽ പിൻവലിച്ചു, അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. 60 കഴിഞ്ഞപ്പോൾ ബ്രൂണോനെ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗോള് ഷെസ്കോ രണ്ടാമത്തെ ഗോൾ നേടി 2-1 ലീഡ് ചെയ്യുമ്പോൾ ബ്രൂണോനെ പിൻവലിച്ചു. അതിക്ക് വലിയ ഇഷ്ടമായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുൻഹാനെ പിൻവലിച്ചു, അതിക്ക് തീരെ ഇഷ്ടമായില്ല. 2 പേരും പിൻവലിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മധ്യനിരയുടെ വലിയ കൺട്രോള് കയ്യിൽ നിന്ന് പോയി, അത് വേണ്ടായിരുന്നു. എനിവേ തോറ്റില്ല. പിന്നെ ഷെസ്കോ 2 ഗോൾ അടിച്ചു, വലിയ അഡ്വാൻറ്റേജാണ്. ഷെസ്കോനെ ഗോൾ അടിച്ചോളൂ. അപ്പോൾ ആ ഷെസ്കോ എന്നുള്ളൊരു വിഷമം മാറി കിട്ടി.